ഹായ് നമസ്കാരം. നമ്മുടെ നാടൻ ബ്രീഡ് ഡോഗുകളെ അപേക്ഷിച്ച് മറ്റുള്ള ബ്രീഡുകൾക്ക് ഇവിടുത്തെ കാലാവസ്ഥ ചിലപ്പോൾ സെറ്റ് ആവണമെന്നില്ല. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഫെബ്രുവരി മുതൽ നല്ല ചൂട് അങ്ങോട്ട് തുടങ്ങുകയാണ്. നമ്മുടെ പാലക്കാടാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. മെയ് വരെ ജൂൺ വരെയും ജൂണിൽ മഴ പെയ്യുന്ന വരെയും ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഇവർക്കൊരിക്കലും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അതിന് മുമ്പുള്ള ഡോഗ് മുതൽ നമ്മൾ ചെയ്തു വരുന്ന ഒരു ശീലമാണ് ഇവർക്ക് ഉച്ച സമയമാകുമ്പോൾ ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കും. കൂടുതലും കൂട്ടിൻ്റെ മുകളിലും അതേപോലെ അവരുടെ മേലെയൊക്കെ നല്ലപോലെ വെള്ളം അടിച്ചു കൊടുക്കും. ഇതുകൊണ്ടിപ്പോൾ എനിക്ക് സ്കിൻ ഇൻഫെക്ഷൻസും സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അതേപോലെ നമ്മൾ കൂട് വെച്ചിരിക്കുന്നത് തന്നെ ഒരു നല്ലൊരു മരത്തിൻ്റെ ചുവട്ടിലാണ്. വലിയൊരു മരമാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു പരിധി വരെ അതുങ്ങൾക്ക് ചൂട് വരാറില്ല. എങ്കിൽ കൂടെ നമ്മൾ തീരെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ ഉച്ച സമയത്തൊന്ന് ഞാൻ വെള്ളം അടിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റിംഗ് ആണ്. നമുക്കിനി അവർക്ക് വെള്ളം ഒടിച്ചു കൊടുക്കുന്നൊന്ന് കാണാം. ലൂണ, ആർക്ക് വേണം വെള്ളം? ലൂണ എന്നത്തെയും പോലെ ലൂണ വയറൊക്കെ കാണിക്ക്. ഇവിടെ താഴെ കാണിക്കടാ. യെസ്, അടിച്ചു തരാ. അത് വെള്ളം അടിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൂണ അടുത്തുവാ. ലൂസിക്ക് വേണോ? ലൂസി എന്നടാ. ചൂടടിക്കണ്ടടാ. ചൂട് മാറിയില്ലേ ലൂസി? അപ്പൊ അവരുടെ ചെവിയിൽ വെള്ളം കയറാത്ത ലെവലിൽ അടിച്ചു കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലേ ലൂസി? ലൂസി അനങ്ങാതെ നിൽക്കുന്നുണ്ട്, കണ്ണും അടച്ച് നിൽക്കും. ലൂസി ഡീസൻ്റ് ആണ്. ലൂണയുടെ സൈഡ് കാണിച്ചാൽ ലൂണ വയറ് കാണിക്കും. ലൂണയ്ക്ക് ചെസ്റ്റിന്റെ സൈഡിലൊക്കെ അടിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ ലൂണ? ലൂണ എല്ലാ സൈഡും കാണിച്ചു തരും, രണ്ട് സൈഡും കാണിച്ചു തരും. ലൂസിയുടെ ലെഫ്റ്റ് സൈഡ് മാത്രമേ കാണിക്കാറുള്ളൂ. ലൂസിയുടെ റൈറ്റ് സൈഡ് വെള്ളം നനയ്ക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതേപോലെ കൂടിന്റെ മുകളിലുള്ള ഈ ഷീറ്റിലൊക്കെ ഒന്ന് വെള്ളം അടിച്ചു വിടാറുണ്ട് നമ്മള്. ഒരു ഷീറ്റിന്റെ ചൂടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ലൂസി കുറച്ചുകൂടെ വേണോ? ഒരു തിരിയടാ. ലൂസിയുടെ റൈറ്റ് സൈഡ് കാണിക്കില്ല, എനിക്കറിയാം. എന്നാലും ലൂസി അപ്പൊ പുറത്തുകൂടെ മുകളിലൂടെ അടിച്ചു വിടും. അല്ലേ ലൂസി? അതിൽ ഇവരുടെ കൂടിന്റെ താഴെയൊക്കെ നല്ല മണ്ണിലൊക്കെ നന്നായിട്ട് വെള്ളം നനയുന്നതുകൊണ്ട് വൈകുന്നേരം വരെ ഈ ഭാഗത്ത് ചൂടൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ ഈ വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതുപോലെ അടിച്ചു കൊടുക്കുന്നതാണ്. ഇതുവരെ അതിന്റെ പേരിൽ ഇപ്പോൾ ഒരു സ്കിൻ ഇൻഫെക്ഷൻസും നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അഥവാ അങ്ങനെ ഉള്ള ഡോഗ്സിനാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കണം. ഇപ്പൊ ഞാൻ തുടച്ചൊന്നും കൊടുക്കാറില്ല. ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ഒന്ന് ക്രോം ചെയ്ത് കൊടുക്കും. ഞാൻ ഇവരുടെ കൂടെ ഒരു മാവിൻ്റെ ചുവട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലൊരു തണുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ ചൂട് അവർക്ക് ഒരു പരിധി വരെ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും.